വല്ല നഷ്ടമുണ്ടോ നമുക്ക് ചോദിച്ചാ? ഒറ്റ കാര്യം ചിന്തിക്ക്. നീ അള്ളാഹുടെ മുമ്പിൽ ഒരു കാര്യം ചോദിച്ചാ ആ കൈ പൊക്കി റബ്ബിനോട് ചോദിക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും കിട്ടും ചങ്ങാതി. വെറും കൈയോടെ മടക്കൂല അള്ളാഹ്. ഒന്നുകിൽ നീ ചോദിച്ചത് അള്ളാഹ് തരും. നീ എന്താണോ അള്ളാഹിനോട് ചോദിച്ചത് ആ ചോദിച്ചത് അള്ളാഹ് നിനക്ക് തരും. അതല്ലെങ്കിൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ ദുആ നാളെ പരലോകത്തേക്ക് അള്ളാഹു മാറ്റിവെക്കും. നാളെ മീസാനിൽ കാണാം ആ ദുആയുടെ പ്രതിഫലം. നാളെ പരലോകത്ത് വെച്ചിട്ട് മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കൊടുക്കും. ഇതേതാ? ഈ ദുനിയാവിൽ ഇന്ന് ദുആ ചെയ്തില്ലേ, അന്ന് ഞാൻ തന്നില്ല, അതാണിത്. അള്ളാഹു അപ്പൊ ആഗ്രഹിക്കുന്ന ദുനിയാവിൽ ചെയ്ത ഒരു ദുആയും സ്വീകരിക്കാതിരുന്നായിരുന്നു മതിയായിരുന്നു. ഇവിടെ ഒന്നുകിൽ നിന്റെ ദുആ സ്വീകരിക്കും, അല്ലെങ്കിൽ ആഖിറത്തിൽ കിട്ടും, അല്ലെങ്കിൽ നിനക്ക് വരാനിരിക്കുന്ന ഒരു വിപത്ത് തട്ടിമാറ്റപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തെങ്കിലും നിനക്ക് കിട്ടും. ഈ മൂന്നാല് ഒരെണ്ണം നീ എത്ര വലിയ പാവിയാണെങ്കിലും അള്ളാഹിനോട് ദുആ ചെയ്ത നിനക്ക് വരാനിരിക്കുന്ന ഒരു വിപത്തെങ്കിലും അള്ളാഹു തട്ടിമാറ്റും. ഇതാ ദുആ. ചുമ്മാതെ ചോദിച്ചാ പോരാ, ചോദിക്കേണ്ടതുപോലെ ചോദിക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതിന് ഒരുപാട് വലിയ ദുആ ഒന്നും വേണ്ട. ഒരു വാക്കുമതി, ഒരു വാക്കുമതി. അത് പറയേണ്ട രീതിയിൽ പറയണം.